ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയിട്ടോ, കാരണം പെരുന്നാളിൻ്റെ ഓർഡേഴ്സും അത് കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ് സീസൺ അല്ലേ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് സീരീസിൻ്റെ അഞ്ചാമത്താണ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സീരീസിൻ്റെ 5ാമത്തെ പാർട്ടാണ് കേട്ടോ. കുറച്ച് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഏത് പാർട്ടാണ് എത്രാമത്തെ പാർട്ടാണെന്ന് മറന്നുപോയതാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ ഓർഗാനിക് ഹെന്ന കോൺസ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്തിനാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതെന്നും, ഫ്രിഡ്ജിലാണോ വെക്കേണ്ടത് അതോ ഫ്രീസറിലാണോ വെക്കേണ്ടത്, എങ്ങനെയാണെന്ന് എല്ലാവർക്കും കുറേ പിന്നെയും കൺഫ്യൂഷൻ വരുന്നുണ്ട്, എത്ര നാൾ സ്റ്റോർ ചെയ്യാം എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും, എന്തിനാണ് ഈ ഓർഗാനിക് ഹെന്ന ഫ്രീസ് ചെയ്യണത്, ഫ്രീസറിൽ കൊണ്ട് വെക്കുന്നത്, ഇത് സാധാ ഒരു മൈലാഞ്ചി അല്ലേ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നത് അത് ഫ്രീസറിലൊന്നും വെച്ചിട്ടല്ലല്ലോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഓർഗാനിക് ഹെന്നയെ പറ്റി അറിയാത്തവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഓർഗാനിക് ഹെന്ന ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും നിങ്ങൾക്കറിയാം. അതായത് പ്യുവറായിട്ടുള്ള ഓയില്, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ഹെന്ന പൗഡർ, പഞ്ചസാര, ഇതെല്ലാം നമ്മൾ എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഒരു കെമിക്കലും ചേർക്കണില്ല, അതായത് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല ഇത് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഹെന്ന പെരിഷബിൾ ആണ്, അതായത് പുറത്ത് വെച്ചാൽ കേടുവരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കണം എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഓർഗാനിക് ഹെന്ന ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഫ്രീസറിൽ വെക്കണം. അവർക്ക് ഇനി പെട്ടെന്ന് പിന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡ് നമുക്ക് എത്ര നാൾ പുറത്ത് വയ്ക്കാൻ പറ്റും? ഒരു ദിവസത്തിൽ കൂടുതൽ പുറത്ത് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം പോയിട്ട് ചിലപ്പം ഒരു നേരം കഴിഞ്ഞ് പിറ്റേ നേരം ആകുമ്പോൾ ചിലപ്പം അത് കേടുവരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ പോലും ഒരു കുറച്ച് 2 ദിവസത്തിൽ കൂടുതലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതും കേടാവാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെ ഫ്രീസറിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാമെന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫുഡിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യണില്ല. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽസ് മീൻസ് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ല. അതുകൊണ്ടാണ് നമുക്കത് പുറത്ത് വയ്ക്കാൻ പറ്റാത്തത്. അതേ ഒരു കേസ് തന്നെയാണ് ഇവിടെ ഈ ഓർഗാനിക് ഹെന്നയുടെ കാര്യത്തിലും വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഗാനിക് ഹെന്ന ഉണ്ടാക്കി ഡൈ റിലീസ് കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയല്ലോ. പൈപ്പിംഗ് ബാഗിലാക്കി കഴിഞ്ഞ് ഞാൻ സാധാരണ ചെയ്യുന്നത് ആ പൈപ്പിംഗ് ബാഗിലാക്കിയത് നേരെ എടുത്ത് ഫ്രീസറിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. നേരെ എടുത്ത് ഫ്രീസറിലെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് 1-2 കവറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ടൊക്കെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കി വെക്കാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കാത്ത പൈപ്പിംഗ് ബാഗിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ടിപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് നന്നായിട്ട് 2-3 കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ സിപ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. എന്താണെങ്കിലും എയർ ടൈറ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് വെള്ളം കയറാൻ പാടില്ല, അധികം എയർ അങ്ങനെയൊന്നും കയറാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഓൾറെഡി നമുക്ക് ചിലപ്പോൾ കോൺ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കുമല്ലോ. ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ ടിപ്പ്, ഈ പൈപ്പിംഗ് ബാഗിൻ്റെ തന്നെ ടിപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ടൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അത് എയർ ടൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പിന്നെ തിരിച്ച് അതേപോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് എയർ ടൈറ്റ് ആണെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൈപ്പിംഗ് ബാഗിലായിട്ട് വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 6 മാസം വരെയൊക്കെ ഇരിക്കാം. സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് സെല്ല് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി ഫ്രീസറിൽ വെച്ചത് പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പുറത്തൊക്കെ വെക്കാനും കുറേ നേരം പുറത്ത് വയ്ക്കാനും അങ്ങനെ എടുത്തും വെച്ചൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇത് വരും. അതുകൊണ്ട് സെല്ല് ചെയ്യാനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ സെല്ല് ചെയ്ത് തീർക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പൈപ്പിംഗ് ബാഗിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണായിട്ട് വെക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കോണായിട്ട് വെക്കാം. പക്ഷെ കോണായിട്ട് വെക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമ്മൾ ഇങ്ങനെ കുറേ കോൺസ് ഉണ്ടാക്കി എയർ ടൈറ്റ് ആയിട്ടൊക്കെ വെച്ചാൽ തന്നെയും ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്തിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ഡീഫ്രോസ്റ്റ് ആകും. റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. പക്ഷേ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കോണിന്. ഈ സെല്ലോ ടേപ്പിനകത്തൊക്കെ ഒരു വെള്ളം കയറിയ പോലെ, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഈ ക്വാളിറ്റി ഇല്ലാത്ത സെല്ലോ ടേപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പം അതിനകത്ത് വെള്ളം കയറിയിട്ട് അത് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനകത്തൊരു വൈറ്റ് കാസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ കോണാക്കി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നേരം. അപ്പം ഞാനെപ്പോഴും ചെയ്യുന്നത് പൊതുവേ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ കോണാക്കി കൊടുക്കുക ചെയ്യുന്നത്. എനിക്കിതുവരെ അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ സ്റ്റെയിനൊരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കോണാണെന്നുണ്ടെങ്കിൽ, കോണായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ കോൺസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് 3-4 കവറിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കാം. അങ്ങനെ വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സെല്ലോ ടേപ്പിന് പ്രശ്നം വരും. അപ്പോൾ എപ്പോഴും സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്ര ഒരു പ്രശ്നം വരില്ല. ഇപ്പം എനിക്കും ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ കോണാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ആ കസ്റ്റമേഴ്സിന് കൊടുക്കാനെടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഫുള്ള് വെള്ളം കയറിയ പോലെ ഇരിക്കും. അതിനകത്തോട്ട് വെള്ളം കയറില്ല, പക്ഷെ എന്നാലും പുറത്തുനിന്ന് തന്നെ സെല്ലോ ടേപ്പ് ഒന്നൊരു കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. എന്നിട്ട് ഫുള്ള് പൊളിച്ച് വീണ്ടും ഫ്രഷായിട്ട് അതേപോലെ വേറെ കോൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാനൊക്കെ പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും പൈപ്പിംഗ് ബാഗിലാക്കി വെക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക എപ്പോഴും. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഒരു സിപ്ലോ കവറിലാക്കി വെച്ചിരുന്നതാണ് ഫ്രീസറിൽ. ഇത് ഫ്രീസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചതുകൊണ്ട് കോണാക്കി വെച്ചതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ഏകദേശം ഒക്കെ ശരിയാവും കേട്ടോ, ഡീഫ്രോസ്റ്റ് ആയി വരും. ഇത് ഞാൻ പ്രത്യേകം പറയുകയാണ്, നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സാധാരണ പുറത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് മാത്രമേ ഉള്ളൂ ഇത് നോർമൽ കൺസിസ്റ്റൻസി ആക്കി എടുക്കാവുള്ളൂ. ഇതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇടരുത്, ഓവനിൽ വെക്കരുത്. ഒന്നും ഡീഫ്രോസ്റ്റ് ആക്കാൻ നോർമൽ റൂം ടെമ്പറേച്ചറിൽ മാത്രം ഇരുന്ന് ഡീഫ്രോസ്റ്റ് ആവുക കേട്ടോ. വെറുതെ പുറത്ത് വെച്ചാൽ മതി. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് കഴിയുമ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഓക്കെ ആകും, നോർമൽ കൺസിസ്റ്റൻസി വരും. അതുപോലെ തന്നെ ഈ കോണാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോർമൽ കൺസിസ്റ്റൻസി ആകും. ഇപ്പോൾ കോണാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തിങ്ങനെ ഡീഫ്രോസ്റ്റ് ആകുമ്പോൾ കുറേ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വീണ്ടും യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കോണ് നിങ്ങൾ തിരിച്ച് വീണ്ടും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പ് ഉറപ്പായിട്ടും ക്ലോസ് ചെയ്തിരിക്കണം. സെല്ലോ ടേപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്ന് വെച്ചിട്ടൊക്കെ നല്ല പോലെ ക്ലോസ് ചെയ്തിട്ട് മാത്രമേ വീണ്ടും നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റുള്ളൂ. അതേപോലെ കോൺ ഒരിക്കലും ഫ്രീസറിൽ ചുമ്മാ വെറുതെ ഇടരുത്, അപ്പോഴേ അതിനകത്ത് വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക നന്നായിട്ട്. പിന്നെ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെയും കുറേ ആൾക്കാർ പിന്നെയും ഡൗട്ട് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡും കൂടി പ്രിൻറ്റ് ചെയ്തിട്ട് ഈ കോൺ സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. ഇനി അത് എഴുതിയാൽ മാത്രം പോരട്ടോ, നമ്മളിങ്ങനെ തന്നെ പറയുകയും കൂടി വേണം. നമ്മളവർക്കും എഴുതിയാൽ അവരെല്ലാം വായിച്ച് എല്ലാം കറക്റ്റ് അതേപോലെ ചെയ്യുന്നു. പക്ഷേ കസ്റ്റമേഴ്സിനോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ഫ്രീസറിൽ തന്നെയാണ് വെക്കേണ്ടത് എന്നുള്ളത്, ജസ്റ്റ് ഫ്രിഡ്ജിലും നല്ല ഫ്രീസറിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവർ ഷോപ്പിലൊക്കെ ഇങ്ങനെ ഓർഗാനിക് ഹെന്ന കണ്ടിട്ടുണ്ട്, അതൊന്നും ഫ്രീസറിലല്ലല്ലോ വെക്കുന്നത്, അത് ഹോം മെയ്ഡ് ഓർഗാനിക് ഹെന്ന എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഒരിക്കലും ഓർഗാനിക് ഹെന്ന അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് ഓർഗാനിക് ഹെന്ന ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പുറത്തിരിക്കില്ല. ഇനിയിപ്പം വേറൊരു കേസ് വരാം, അവർ ഫ്രിഡ്ജിലാണ് അല്ലെങ്കിൽ ആ ഷോപ്പിൽ അവർക്ക് ഫ്രീസർ ഫെസിലിറ്റി ഉണ്ട്, അവിടെ നിന്നാണ് അവരെടുത്ത് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഓർഗാനിക് തന്നെയാണെന്ന്. പിന്നെ അല്ല ചിലപ്പോൾ ഇങ്ങനെ ഷോപ്പിലൊക്കെ കുറച്ച് നേരം രാവിലെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ വൈകിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
ഇപ്പോൾ വേണേൽ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഷോപ്പാണെന്നുണ്ടെങ്കിൽ. എന്നാലും അത് അധികം കുറേ നാളൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ. കാരണം പകൽ മുഴുവനും ചിലപ്പം പുറത്ത് ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ അതും എത്രത്തോളം സ്റ്റെയിൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് സീസൺ ടൈമിലൊക്കെ ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഒരു 4 ദിവസം മുന്നേ ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ ഫാൻസി ഷോപ്പിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 ദിവസം എന്തായാലും പുറത്തിരിക്കും. വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല സ്റ്റെയിൻ കിട്ടുന്ന രീതിയിൽ അത് ഒരു കുഴപ്പമില്ലാതെ 4 ദിവസം വരെ പുറത്തിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ 4-5 ദിവസം പുറത്ത് ഷോപ്പിൽ കൊണ്ട് വെച്ചാലും വലിയ പ്രശ്നമില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഓർഗാനിക് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെയാണ്. പക്ഷെ അല്ലാതെ എപ്പോൾ ചെന്നാലും ഈ ഓർഗാനിക് എണ്ണ ഫ്രീസറൊന്നും ഇല്ലാത്തൊരു ഷോപ്പിൽ ചുമ്മാ പുറത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ സിന്തറ്റിക് കോൺ തന്നെയാണ് അത് ശരിക്കും. അത് ഓർഗാനിക് കോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് ചീപ്പായിട്ടുള്ള ഓയിൽസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. അതിട്ട് കഴിയുമ്പോൾ തന്നെ അത് കയ്യിൽ 2 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോരാൻ തോന്നും. അപ്പോൾ അത് നമുക്കറിയാം ഒന്നും ശരിയാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഓർഗാനിക് അല്ല. എന്തായാലും ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ഇടുക. നമുക്ക് അടുത്ത വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ കമൻറ്റ് ഇടണം കേട്ടോ. കാരണം ഡൗട്ട്സ് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വീഡിയോ ഇടാൻ ഒത്തിരി ലേറ്റ് ആവും. കാരണം എനിക്ക് റിപ്ലൈ തരുന്നതുകൊണ്ടല്ല, എനിക്ക് നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരാൻ ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ല. ഓരോരുത്തർക്കും റിപ്ലൈ തരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് കമൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കമൻസ് കാണുകയും ചെയ്യാം, എല്ലാവരുടെ ഡൗട്ട്സും കാണുകയും ചെയ്യാം. നമുക്ക് വീഡിയോസായിട്ട് ചെയ്യുകയും ചെയ്യാം. എനിക്കും സമയം കിട്ടും, നിങ്ങൾക്കും നല്ലതായിരിക്കും. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഹെന്ന പൗഡറും 5 ഫിൽറ്റേർഡും 3 ഫിൽറ്റേർഡും ഓയിൽസും സെലോഫൈൻ ഷീറ്റ്സും സ്റ്റോക്കിംഗ് സോക്സും എല്ലാ സാധനങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.